കെനിയൻ മലയാളികളുടെ സാംസ്കാരിക കൂട്ടായ്മ കലാക്ഷേത്ര കെനിയ പഞ്ചാരി മേളം അരങ്ങേറ്റം സംഘടിപ്പിച്ചു. ഇതാദ്യമായാണ് കിഴക്കൻ ആഫ്രിക്കയിൽ പരിശീലനം നേടിയ മലയാളികളുടെ പഞ്ചാരി മേളം അരങ്ങേറുന്നത്. കലാമണ്ഡലം അഖിൽ മാരാറാണ് 13 മലയാളികൾക്ക് 1 വർഷം നീണ്ട പരിശീലനം നൽകിയത്. കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമായ പഞ്ചാരി മേളം കിഴക്കൻ ആഫ്രിക്കയിൽ ആദ്യമായി കെനിയയിൽ അരങ്ങേറുകയാണ്. കെനിയൻ മലയാളികളായ 13 വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റമാണ് ഇന്നിവിടെ നടന്നത്. ഗുരു കലാമണ്ഡലം അഖിൽ മാരാർ എന്ന കലാപ്രതിഭയുടെ ശിക്ഷണത്തിലാണ് ഈ വിദ്യാർത്ഥികളുടെ പ്രയാണം ആരംഭിച്ചത്. പരിപാടിയുടെ തുടക്കത്തിൽ വിദ്യാർത്ഥികളുടെ ഭാര്യമാർ നിലവിളക്ക് തെളിയിച്ച് ചടങ്ങിന് തുടക്കമിട്ടു. ഈ നിമിഷം ആഘോഷമാക്കാൻ 100 കണക്കിന് മലയാളികളാണ് ഇവിടെ ഒത്തുചേർന്നത്. കലാക്ഷേത്ര കെനിയ ചെയർമാൻ ബാലു വി ഗോപിനാഥും അയ്യപ്പസേവ സമാജ് ചെയർമാൻ രാജേന്ദ്ര പ്രസാദും ഗുരുവായ കലാമണ്ഡലം അഖിൽ മാരാറും ചില വിദ്യാർത്ഥികളും 24നോട് അവരുടെ അനുഭവങ്ങൾ പങ്കിട്ടു. 1 വർഷം കൊണ്ട് ആശാന്റെ കഠിനമായ ശിക്ഷണത്തിൽ ഞങ്ങൾക്കത് പഠിക്കാനും അത് ഇന്നിപ്പോൾ അരങ്ങേറാനുള്ള ഭാഗ്യമുണ്ടായിരിക്കുകയാണ്. അവിടെ ചെയ്യണ അതേപോലെ തന്നെ നമ്മളെ നാട്ടിൽ എങ്ങനെയാണോ പഠിപ്പിക്കുന്നത് അതേപോലെ തന്നെയാണ് ഇവരെയും നമ്മൾ പഠിപ്പിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഇന്നലെ നമ്മളൊരു പുതിയ ബാച്ചും കൂടി ഇവിടെ സ്റ്റാർട്ടായി. നല്ല രീതിയിൽ തന്നെ ഈ അരങ്ങേറ്റം ഭംഗിയായിട്ട് തന്നെ കഴിയും. കെനിയയിലെ ഒരു കൂട്ടം അനുഗ്രഹീത കലാകാരന്മാർ, ഇവർ നമുക്ക് എല്ലാത്തിനും വേണ്ടപ്പെട്ടാണ്. എല്ലാ ഉത്സവത്തിനും എല്ലാത്തിനും നമ്മുടെ കൂടെയുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ ഇങ്ങനെ ഒരു കഠിന പ്രയത്നം ചെയ്ത് ഇങ്ങനെ ഒരു വലിയ സംഭവം നടത്തുന്നത് വളരെ ഗംഭീരമാക്കാനുള്ള എല്ലാ സഹായ സപ്പോർട്ടും നമ്മൾ നൽകുന്നുണ്ട്. താങ്ക് യു. ഇവിടെ തിരക്കുള്ള ജോലികളാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് നിങ്ങൾക്ക് ഈ സമയം കണ്ടെത്താനും ഇത് കൊണ്ടുപോകാനും പറ്റിയത്. അത് എങ്ങനെ സാധിച്ചു? തീർച്ചയായിട്ടും നമ്മളെല്ലാവരും 12 മണിക്കൂറോളൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, കുടുംബമായിട്ട് താമസിക്കുന്നവരാണ്. അപ്പോൾ അതിനിടയിൽ സമയം കണ്ടെത്തിയത് ഇതിനോടുള്ള ഒരു അടങ്ങാത്ത അഭിനിവേശമാണ്. ഞങ്ങളിവിടെ കെനിയയിൽ ഒരുമിച്ചാണ്, ജാതി മത വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാ പരിപാടികൾക്കും, പള്ളിയിലായാലും അമ്പലത്തിലായാലും എല്ലാ പരിപാടികൾക്കും ഒരുപോലെ പങ്കെടുത്ത് ാണ് ഇവിടെ ഒരു ഐക്യത്തോടെയാണ് പോകുന്നത്. ആഫ്രിക്കയിലെ കെനിയയിലും നമ്മുടെ സംസ്കാരത്തിന്റെ താളം ഉച്ചത്തിൽ കേൾക്കുന്നു എന്നത് നമ്മുടെ ഐക്യത്തിന്റെയും മഹിമയുടെയും സാക്ഷ്യമാണ്. ഷെറി, 24 കെനിയ.